ഗുഡ് മോർണിംഗ് ബാംഗ്ലൂർ. ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കണത് എൻ്റെ വീട്ടിലായാലും എനിക്കൊരു ശീലമാണ്, ഇവിടെ വന്നപ്പോഴും എനിക്കതൊരു ശീലമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് പുറത്തേക്ക് നോക്കുമ്പോൾ ഓഫ്, ഒരു രക്ഷയില്ല കേട്ടോ. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ വ്യൂ ആക്ച്വലി. നമ്മുടെ കണ്ണൊക്കെ ഒന്ന് കുളിർത്ത് നമ്മുടെ നേച്ചറിനില്ലേ നമ്മളെ ഹീൽ ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. ആക്ച്വലി ഐ ഫീൽ ഇറ്റ് ഈസ് ട്രൂ. പിന്നെ നമ്മൾ ഡെയിലി റുട്ടീൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. പട്ടപ്പട്ടെ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ വന്ന കാര്യത്തിന് പോകണമല്ലോ. നമ്മളുടെ ആൾക്കാർ വെയിറ്റ് ചെയ്യണേ, റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ ഒരു ഗ്ലാസ് വാം വാട്ടർ കുടിച്ചു. വീട്ടിലച്ചുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം ഒരു സ്പൂൺ ഗീയും കൂടെ കുടിക്കും കേട്ടോ. നമ്മളുടെ വയറ്റിലെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് നമ്മളുടെ നാവിലുണ്ടാവുന്ന അസിഡിറ്റിക് ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ആൻഡ് ഐ ഫീൽ ദി ഡിഫറൻസ് ബേസിക്കലി. അപ്പോൾ ഗെറ്റിംഗ് റെഡി, കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് നമ്മളുടെ ആൾക്കാരൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഉറങ്ങുന്നുണ്ട്. ബട്ട് എന്നിരുന്നാലും നമ്മൾ നമ്മളുടെ കമ്പനീനെ റെപ്രസെൻ്റ് ചെയ്യണമല്ലോ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. ഈവനിങ് വി ആർ ജസ്റ്റ് ഗോയിങ് ഔട്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ പോയ എല്ലാവരും ഏകദേശം ഒരേപോലത്തെ വൈബുള്ള ആൾക്കാരായിരുന്നു എന്ന് തോന്നുന്നു. വി എൻജോയ്ഡ് അലോട്ട്. ദിസ് പ്ലേസ് വാസ് റിയലി ഗുഡ്. അവിടെ ചെന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇല്ലേ, പല ടൈപ്പുള്ള ആൾക്കാരാണ് കേട്ടോ. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ പല രീതിയിൽ എൻജോയ് ചെയ്യുകയാണ്. ചിലർ ഡ്രിങ്ക്സ് കഴിച്ചിട്ടാണ്, ചിലർ നല്ല ഫുഡ് കഴിച്ചിട്ടാണ്, ചിലർ വെറുതെ സംസാരിച്ചിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് വാസ് റിയലി ഗുഡ് എക്സ്പീരിയൻസ് ബേസിക്കലി. ഒരു ഡിഫറെൻറ്റ് വേൾഡിൽ ചെന്ന പോലത്തെ ഒരു കാര്യമാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ആൻഡ് ഒരു ഭയങ്കര വലിയ ബ്രേക്ക് കിട്ടിയിട്ടുള്ള പോലത്തെ ഒരു ഫീലാണ്. പിന്നെ രാത്രിയിൽ ഈ നടത്തം ഏകദേശം 1:30 കാണും. ഇങ്ങനെ നടന്നിട്ട് നമ്മളുടെ ഹോട്ടലിലേക്ക് നടക്കുകയാണ്. ഉഫ്, നല്ല തണുപ്പ്, നല്ല ബ്രീസ്, ഒരു രക്ഷയില്ല. ആൻഡ് ഇറ്റ് വാസ് ആൻ അമേസിങ് ഡേ. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു റിക്രൂട്ട്മെൻറ്റായിരുന്നു.